പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട CDS ISO നിലവാരത്തിലേക്ക്. CDS മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ISO ഓഡിറ്റിംഗിൽ സമയബന്ധിതമായ സേവനങ്ങൾ, ഫയലുകൾ, റെക്കോർഡുകൾ എന്നിവ 3 മിനിറ്റിനുള്ളിൽ എടുക്കാൻ തരത്തിലുള്ള ക്രമീകരണം, ശുചിത്വപൂർണമായ ഓഫീസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വിലയിരുത്തിയതിന്റെ ഭാഗമായാണ് അംഗീകാരം. ISO സർട്ടിഫിക്കറ്റ് കൈമാറുന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സുജിത VR, CDS വൈസ് ചെയർപേഴ്സൺ ശാന്ത MK, CDS മെമ്പർ സെക്രട്ടറി സജിത V, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോസ് ചാക്കോള, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി, ISO ഓഡിറ്റർ പ്രേമാനന്ദ്, നഗരസഭാ സൂപ്രണ്ട് ഹസീന എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ CDSകൾ ISO നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി കൺസൾട്ടൻസി ഏജൻസിയായ കിലയെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ISO എന്താണെന്നും ISOന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ 2 പ്രാവശ്യമായിട്ട് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയിട്ടുള്ള ഏത് ഓഫീസാണോ കരസ്ഥമാക്കിയിട്ടുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കേരളത്തിൽ ഈ കുടുംബശ്രീകൾ ISO സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് സംബന്ധിച്ച ചർച്ച വന്നപ്പോൾ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. CDSനെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഒരു എന്താ പറയാ, ഒരു വിഷമഘട്ടം വരെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു അഭിജിത്ത് സാറിനൊക്കെ കൃത്യമായിട്ട് അറിയാം. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പരിഹരിച്ചു എന്ന് മാത്രമല്ല, മറ്റു ഓഫീസുകളേക്കാൾ വളരെ നന്നായിട്ടാണ് CDSകൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, സംസ്ഥാനത്ത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് ഏറ്റവും മികച്ച അനുഭവം ലഭ്യമാവണമെങ്കിൽ സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നല്ല സേവനങ്ങൾ കൊടുക്കേണ്ടത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറെ കല്ലും മണ്ണും വാരി റോട്ടിലിട്ടതുകൊണ്ട് മാത്രമായിരുന്നില്ല, ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും സർവീസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സംസ്ഥാനത്തെ നഗരസഭകളായാലും ഗ്രാമപഞ്ചായത്തുകളായാലും നമ്മളുടെ ഈ K-സ്മാർട്ട് പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ നഗരസഭയ്ക്ക് മുന്നായിട്ട് നിങ്ങൾ ISO സർട്ടിഫിക്കേഷൻ എടുക്കാൻ കാണിച്ച ആർജവത്തിന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി കർഷക സംഗമം നടന്നു. പാടശേഖര സമിതികളെയും കൃഷി വകുപ്പ് ഓഫീസർമാരെയും ആദരിച്ച കർഷക സംഗമത്തിൽ ചലച്ചിത്ര താരം സിജി പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തക സിസ്റ്റർ റോസ് ആന്റോ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, ഇരിങ്ങാലക്കുട ADA ഫാജിദ റഹ്മാൻ, കൃഷി ഓഫീസർമാരായ ഡോക്ടർ അഞ്ജു, അഭയ, റുബീന, അനഘ, അഖിൽ, തോമസ്, അജിത് എന്നിവർ പങ്കെടുത്തു. വിഷൻ ഇരിങ്ങാലക്കുട കോർഡിനേറ്റർമാരായ ഷാജി മാസ്റ്റർ സ്വാഗതവും വൃന്ദ അജിത് കുമാർ നന്ദിയും പറഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ 6 വരി പാതയൊക്കെ വന്നു കഴിഞ്ഞു. ശരിക്കും ഒരു സെന്റ് ഭൂമി പോലും നെല്ലിനായിട്ട് ഇപ്പം അവിടെ ഇല്ല. അവിടെ എല്ലാം വീട് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് നിറയെ എൻ്റെ വീടിരിക്കുന്ന സ്ഥലം മുഴുവനും പാടത്തിന് ചുറ്റുമാണ്, പാടശേഖരങ്ങൾക്ക് നടുവിലാണ്. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതും അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റിയതും ഇവിടെ തന്നെയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ ചെയ്തു വരുന്നതുമൊക്കെ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും കൂടുതൽ മറ്റുള്ള വഴിയിലേക്ക് പോകുന്നത്, ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ സാഹചര്യങ്ങളാണ് ഓരോന്നിലേക്ക് എത്തിപ്പെടുത്തുന്നത്. ചില സാഹചര്യങ്ങൾ നമ്മളെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുമ്പോൾ അതേപോലെ തന്നെ ചില സാഹചര്യങ്ങൾ നമ്മളെ പിന്നിലേക്കും വലിക്കും.
പക്ഷേ എന്ത് അവസ്ഥയിലും ഏതൊരു അവസ്ഥയിലും മുന്നിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ചലച്ചിത്ര താരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കർ എന്നൊക്കെ തുടങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു കർഷക എന്നല്ലെങ്കിൽ ഒരു കർഷക സ്ത്രീ എന്ന് പറയുന്ന ഒരു അവാർഡ് എൻ്റെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ എത്തിച്ചേർന്നത്. ശരിക്കും ഈ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കൊരു കുഞ്ഞു മോളായതിനു ശേഷം എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം കുറേ നാളത്തേക്ക് ചലച്ചിത്രമോ അല്ലെങ്കിൽ എഴുത്തോ അല്ലെങ്കിൽ എൻ്റെ ആങ്കറിങ് പ്രോഗ്രാമോ ജേർണലിസം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതിനകത്തേക്ക് നമ്മളൊരു പ്രത്യേക ഒരിടത്തേക്ക് ചുറ്റിപ്പെടുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് എക്സ്ട്രീമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. പ്രിയപ്പെട്ട ADA ഫാജിദ റഹ്മാൻ. പടിയൂരിന്റെ കൃഷി ഓഫീസർ ശ്രീമതി അനഘ. ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് സ്വീകരണം നൽകി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ലിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ജോൺസൺ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈനി ജോജോ, ട്രഷറർ അഡ്വക്കേറ്റ് MP ജയരാജ് എന്നിവർ പങ്കെടുത്തു. പാസ്സാക്കി ഇവിടെ ഫാമിലി കൂടി കൊണ്ടുവന്നതും ഉള്ള സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടും കോടതി കൊണ്ടുവരാനുള്ള സാഹചര്യത്തിൽ തീർച്ചയായും ഒരുമിച്ച് നീങ്ങാം. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ഒറ്റപ്പെട്ടല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കോടതിയുടെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉയർച്ചയാണ്. അഭിഭാഷകർക്ക് നല്ല മനോഹരമായ 2 ബാർ അസോസിയേഷൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള അഭിഭാഷകർ കൂടി പ്രത്യേക സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള വലിയ ബാർ അസോസിയേഷനുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ബാക്കി കാര്യങ്ങൾ ഫർണിഷിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ കൂടെ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ആ കാര്യത്തിൽ നമുക്ക് പുതിയ കോടതി കൊണ്ടുവരുന്ന കാര്യം ചെയ്യാം. അതോടൊപ്പം തന്നെ അഭിഭാഷക ക്ലർക്സ് അസോസിയേഷൻ അവരെ ഒരിക്കലും വിസ്മരിക്കരുത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളാണ്. അവരെ നമ്മൾ തീർച്ചയായിട്ടും അഭിഭാഷക ക്ലർക്ക്മാരില്ലെങ്കിൽ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും നീക്കാൻ കഴിയില്ല. അപ്പം അവരുടെ കാര്യം കൂടി ചെയ്യണം. അവർക്ക് കേരളത്തിൽ ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സന്ദർഭം എന്ന് പറയുന്നത് ഞാൻ ഈ ഇരിങ്ങാലക്കുട MLA ആയ സന്ദർഭം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായി, എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി അഭിഭാഷക ക്ലർക്ക്മാരും ക്ഷേമനിധി ഏർപ്പെടുന്ന സാഹചര്യം മുൻകൈയെടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് മനസ്സിലാണ് എൻ്റെ ഒരു കുമസ്സുണ്ടായിരുന്നു, ഗോപിച്ചേട്ടൻ മരണപ്പെട്ടു പോയി. ഇരിങ്ങാലക്കുട ആവിയാസ് ഗ്ലോബൽ G വിന്നർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ 2ാമത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ വിദ്യാരംഭ ചടങ്ങുകൾ ക്രൈസ്റ്റ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ AM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. G വിന്നർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ചെയർമാൻ ബിബിൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആവിയാസ് ഗ്ലോബൽ ലേണിംഗ് ഡയറക്ടർ സ്വപ്ന ജോസ്, അക്കാഡമിക് ഹെഡ് ഡോക്ടർ ജോബി ജോൺ എന്നിവർ പങ്കെടുത്തു. ഒരു പുതിയ ബാച്ചിന്റെ വിദ്യാരംഭമാണ്. പുതിയ ബാച്ച് വിദ്യ ആരംഭിക്കുന്ന ഈ സുദിനത്തിന്റെ എല്ലാ ശുഭ ആശംസകളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. ഈ സുദിനത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളോട് എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായി, നിങ്ങളുടെ ഫോക്കസ് ലേണിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അറിവ് നേടാനായിരിക്കും. അറിവാണ് ശക്തി. നോളജ് ഈസ് പവർ. നോളജാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. ഭൗതിക സാഹചര്യങ്ങളെക്കാളെല്ലാം ഇന്നത്തെ കാലത്ത് വിജയം വരിക്കണമെങ്കിൽ അറിവാണ്. ഇരിങ്ങാലക്കുട
LF സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ജെയ്ഫിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സുദീപ, സ്കൂൾ മാനേജർ സിസ്റ്റർ ഹാൻസി, കൺവീനർ ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. അവരുടെ നല്ല കഠിനാധ്വാനവും ദീർഘവീക്ഷണവും നമ്മുടെ കുഞ്ഞുമക്കളെ മിടുക്കികളാക്കി മാറ്റാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരെയും കുട്ടികളെ അഭിനയിക്കുകയാണ്. അധ്യാപകർ ഈ കുട്ടികളെ പഠിപ്പിച്ച നല്ല അധ്യാപകരെ നിങ്ങളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിൽപ്പെട്ട ഒരാൾ കാണിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അച്ഛനെയും അമ്മയും അപ്പനും അമ്മയും വാപ്പയും ഉമ്മയും ഒക്കെ വിസ്മരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സൂചിപ്പിച്ചവരെ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും ആരംഭിക്കുന്നത് ദൈവത്തിനോട് ചോദിച്ചാണ്. ദൈവാനുഗ്രഹം തേടിയാണ് നമ്മൾ ഓരോ സന്ദർഭത്തിലും ഞാൻ ഓരോ ദിവസം ആരംഭിക്കുന്നത്. ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് MLA ആയി വർഷങ്ങളായി, അതുപോലെ ചീഫ് വിപ്പായി പ്രവർത്തിച്ച കാലഘട്ടമാണ്. ഇപ്പോൾ പിന്നെ സിസ്റ്റർ പനി ഉണ്ടായിരുന്ന സമയത്തായതുകൊണ്ട് ചില ദിവസങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളും ഞാൻ പോകാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഈശ്വരാനുഗ്രഹം. അതിപ്പോൾ ഞാൻ പള്ളിയിൽ പോയാൽ വലിയ ടീച്ചറും ശേഖരവും ഒക്കെ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പോകും. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹക്ക് അവരൊക്കെ മോസ്കുകളിൽ പോകും. ഞാൻ പറഞ്ഞത് ഏത് ആരാധനാലയവും അതുപോലെ സവിശേഷതകളാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞത് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്താണ് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും നമ്മൾ നിർത്തിയിട്ടുള്ളത്. മാതാ പിതാ ഗുരു ദൈവം. എത്ര കാലം ചെന്നാലും ആ വാക്കുകൾക്ക് ഒരു തരത്തിലുള്ള ലക്ഷ്മി സിംഗ്, മന്ന ഗ്രേസ്, ശ്രീകം PR, പ്രിയാന ഹസൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.